മതിലുകൾ എന്ന പേരിൽ ഒരു ചെറിയ പ്രേമകഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞതായി ഓർമ്മ തോന്നുന്നില്ല. സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്നതിന് ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ അങ്ങ് പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. സംഭവം കുറേ പഴക്കമുള്ളതാണ്. നമ്മൾ സാധാരണയായി കാലം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ മഹാകാലത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇക്കരെയാണെന്ന് ഓർക്കണം. ഏകാന്തമായ ഹൃദയം, അതിൻ്റെ മഹാതീരത്ത് നിന്ന് വന്നു ചേരുന്ന ഒരു ശോകഗാനമാണിത്. ഉയർന്ന കന്മതിലുകൾ ആകാശമുട്ടുന്ന മാതിരി അത് എന്നെയും സെൻട്രൽ ജയിലിനെയും ചുറ്റിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിൽ അനേകം കെട്ടിടങ്ങൾ, അനേകം മനുഷ്യർ. തടവുകാരെയെല്ലാം അകത്താക്കി കഴിഞ്ഞു. കാര്യമായ ശബ്ദങ്ങളൊന്നുമില്ല. വെളുപ്പിന് തൂക്കിക്കൊല്ലേണ്ടവരുണ്ട്. കാലാവധി തീർന്നു നാളെ സ്വതന്ത്ര ലോകത്തേക്ക് പോകുന്നവരുണ്ട്. എങ്കിലും ആകെ കൂടി ഒരു പ്രശാന്തത. ഞങ്ങൾ നടക്കുകയാണ്. തൂക്കുമരത്തിൻ്റെ ഏതാണ്ട് അടുത്തുകൂടി. വളരെ വീതിയില്ലാത്ത റോഡ്. ഇടവും വലവും തൊട്ടടുത്തും നെടുനീളൻ മതിലുകൾ. എൻ്റെ മുമ്പേ വാർഡൻ. ജയിൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് എന്നെ ഒരു നമ്പർ ആക്കിയിട്ട് കുറേ മിനിറ്റുകളേ ആയിട്ടുള്ളൂ. കറുത്ത വരയുള്ള വെള്ളത്തൊപ്പി, വെള്ള ഷർട്ട്, വെള്ളമുണ്ട്, കിടക്കാനുള്ള ജമുക്കാളം, പുതയ്ക്കാനുള്ള കരിമ്പടം, ഉണ്ണാനും കുടിക്കാനുമുള്ള പാത്രങ്ങൾ, എല്ലാറ്റിലുമുണ്ട് നമ്പർ. ഞാനൊരു കന്നിക്കാരനൊന്നുമല്ല. മുമ്പും കുറേ പ്രാവശ്യം ജയിലുകളിലെ നമ്പറുകളായിട്ടുണ്ട്. ന്യൂമറോളജി എന്ന പുസ്തകം പണ്ട് വായിച്ച ഓർമ്മ വെച്ചുകൊണ്ട് ഒരു പുത്തൻ നമ്പർ ഞാനൊന്ന് നോക്കി. അക്കങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കി. നല്ലത്, ഞാൻ 9 9ൻ്റെ ഫലം എന്തൊക്കെയാണ്? ഈ ജയിലിൽ അനുഭവപ്പെടാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാം? ചുമ്മാ ചിന്തിച്ചു. നടപ്പ് പതുക്കെയാണ്. ഒന്ന് വേഗം നടക്കാമോ? വാർഡറുടെ ആജ്ഞ. അത് കേട്ടപ്പോൾ എനിക്കങ്ങ് ചിരി വന്നു. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഞാൻ പാഴാക്കാറില്ല. മാനുഷകുലത്തിനായിട്ടുള്ള ഈശ്വരൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ ചിരി. ഞാൻ ചോദിച്ചു, ഇത്ര ധൃതിയിൽ എങ്ങോട്ടാണ്? ഈ ഭൂഗോളത്തിൽ നിന്ന്? വാർഡൻ മിണ്ടിയില്ല. നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നെ വല്ല മാളത്തിലും കൊണ്ടുപോയി അടച്ചിട്ട് ഓടിപ്പോയി വലിയ ഒരു കച്ചവടം നടത്താനുണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ സംഗതി ഒരല്പം ഗൗരവമുള്ളതാണ്. ഒരു 50-60 മൈൽ ദൂരെ ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ലോക്കപ്പിൽ എന്നെ തടവിലിട്ടിരിക്കുകയായിരുന്നു. ഒരു 11-14 മാസം. കേസെടുക്കുകയില്ല, ചുമ്മാ ഇട്ടിരിക്കുന്നു. പോലീസ് ഇൻസ്പെക്ടറുടെ ഉപദേശമനുസരിച്ച് ഞാൻ ബഹളമുണ്ടാക്കി പട്ടിണി കിടന്നു എന്ന് പറഞ്ഞാൽ നിരാഹാര വ്രത സത്യാഗ്രഹം. അങ്ങനെ കേസെടുപ്പിച്ചു, ശിക്ഷ വാങ്ങിച്ചു. ഒരേ കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് ഞാൻ ആ പോലീസ് ലോക്കപ്പിൽ 100 പോലീസുകാരുടെയും ഇൻസ്പെക്ടർമാരുടെയും മേൽനോട്ടത്തിൽ കഴിഞ്ഞത്. എൻ്റെ വലത് കൈ നടുവിരലിനെ അറ്റം മുതൽ ഉരം വരെ അടിച്ചു തകർത്തു പഞ്ഞിയാക്കി കളയും എന്നോ മറ്റോ കുറേ റിസർവ് പോലീസുകാർ പറഞ്ഞിരുന്നു. എൻ്റെ മാതാപിതാക്കളോടും സഹോദരീ സഹോദരന്മാരോടും സത്യത്തിൽ പോലീസുകാരല്ല പറഞ്ഞത്, ഒരു മജിസ്ട്രേറ്റാണ്. പോലീസുകാരുടെ മൂച്ച്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞ സന്ദർഭം. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എന്നെ പിടിച്ചു. ആരും എന്നെ തല്ലിയില്ല. പോലീസുകാരിൽ പലരും എൻ്റെ ശിഷ്യന്മാരായി തീർന്ന മട്ടിലായി. ഒരു കോൺസ്റ്റബിളിൻ്റെ പ്രൗഢിയായിരുന്നു എനിക്കവിടെ. ലോക്കപ്പിൽ കിടന്ന് ഞാൻ കുറേ പോലീസ് കഥകൾ എഴുതി. കടലാസും പെൻസിലും പോലീസ് ഇൻസ്പെക്ടർ തന്നതാണ്. ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കൂടെ 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 2 തോക്കുകളും ഉണ്ടായിരുന്നു. പോക്കറ്റിൽ കൈവിലങ്ങും. അവരാണ് സെൻട്രൽ ജയിലിൽ എന്നെ കൊണ്ടേൽപ്പിച്ചത്. പറഞ്ഞതും ഒന്നുമല്ല സംഗതി. ആ പോലീസുകാർ എനിക്ക് 2 കെട്ട് ബീഡിയും 1 തീപ്പെട്ടിയും 1 പുത്തൻ ബ്ലേഡും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ജയിലിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സുന്ദരമായ പ്രസ്താവനയോടെ എൻ്റെ പോക്കറ്റിൽ നിന്നും വാർഡൻ അതെല്ലാം എടുത്തു. എന്നിട്ട് തൻ്റെ മഹോന്നതമായ തൊപ്പിയെടുത്ത് അതിനുള്ളിലാക്കിയിട്ട് പഴംതുണി വെച്ച് മൂടി തലയിൽ കമിഴ്ത്തി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി നടക്കുകയാണ്. പരമദ്രോഹി. നടക്കട്ടെ. ആ ബ്ലേഡ് എന്തിനാണെന്നോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നിനുമല്ല. തീപ്പെട്ടിക്കോലുകൾ 2 കീറാനാണ്. 6 കീറുന്ന മഹാകലാകാരന്മാരെ മുമ്പ് ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ട് വേറെയുമുണ്ട് പണി. ജയിലിൽ തീപ്പെട്ടി സുലഭമായി കിട്ടിയെന്ന് വരില്ല. അതിന് കാശ് വേണമല്ലോ. അത് നമ്മുടെ പക്കലില്ല. ആ ബ്ലേഡിനെ ഒരു ചക്കിയാക്കാം. അവനെ ഒറ്റയ്ക്ക് ചക്കി എന്ന് പറയുന്ന നിഷിദ്ധം. ചക്കിയുടെ ജനനം താഴെ പറയുന്ന പ്രകാരമാണ്. സർക്കാർ കിടക്കാൻ തന്നിട്ടുള്ള ജമുക്കാളമുണ്ട്. അതിൻ്റെ നൂല് ഒരു 2 വിരൽ വണ്ണത്തിൽ സംഭരിക്കുക.
നീളം കൈപ്പത്തിയുടേത് മതി. ഒരു 2 ഇഞ്ച് തല വെച്ചൊന്ന് കെട്ടണം. എന്നിട്ട് ആ തല നല്ലവണ്ണം തീ കൊളുത്തി കരിക്കുക. കരിയുള്ള ഭാഗം ഒരു തുകൽ കഷ്ണം 2-3 മടക്കി അതിൽ വെച്ചു കെട്ടുകയാണ് വലിയ കലാകാരന്മാർ ചെയ്യുക. നമ്മെ പോലുള്ള ദരിദ്ര കലാകാരന്മാർ പ്ലാവില കിട്ടിയാലും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുക്ക് കഷ്ണമാണ്. അതെവിടെ കിട്ടും? ഉരുക്ക് കഷ്ണം തന്നെയല്ല, ബീഡി, തീപ്പെട്ടി, കഞ്ചാവ്, ചാരായം, ചക്കര എന്നുവേണ്ട ഒരുവിധം ആവശ്യമുള്ളതെല്ലാം ജയിലിൽ കിട്ടും. അതിനൊക്കെ കാശ് വേണം. ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ അത് സിമൻറ്റ് തറയിലോ കരിങ്കല്ലിലോ ഉരച്ചാൽ തീപ്പൊരി ഉണ്ടാവും. ആ തീപ്പൊരി മറ്റവൻ്റെ കരിഞ്ഞ തലയിൽ കൊണ്ടാൽ തീ സുലഭം. ബ്ലേഡ് ഒരു കഷ്ണം മരക്കമ്പിൽ ആഴ്ത്തി വായ്ത്തല ശകലം മാത്രം വെളിയിലാക്കി വെക്കണം. ഇത്രയും വിശേഷങ്ങളാണ് ആ വാർഡൻ മഹാൻ്റെ മഹത്തായ തൊപ്പിക്കുള്ളിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പോലീസുകാർ ദരിദ്രവാസികളല്ല. വാർഡൻ കേട്ടില്ലേ? അയാൾ മിണ്ടാതെ നടക്കുകയാണ്. എല്ലാം അയാൾ വിൽക്കും. മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആ ചന്ദ്രതാരം തിന്നാനുള്ള വക ദരിദ്രവാസി ഇപ്പോൾ സമ്പാദിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, വാർഡർക്ക് മക്കൾ എത്രയുണ്ട്? മനോരാജ്യത്തിൽ നിന്നുണ്ടായിരുന്ന വാർഡൻ പറഞ്ഞു, 6, 5 പെണ്ണും 1 ആണും. പാവം വാർഡൻ, 5 പെണ്ണേ. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കുമെല്ലാം സുഖം തന്നെയല്ലേ? അതെ അതെ, വാർഡൻ പറഞ്ഞു. വേഗം നടക്ക്, ധൃതിയുടെ രഹസ്യം സ്പഷ്ടാൽ സ്പഷ്ടം. ഞാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചു പോയാൽ അവരുടെ സ്ഥിതി എന്ത്? വാർഡൻ പറഞ്ഞു, ദൈവം രക്ഷിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമാണ്. വാർഡൻ ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, ദിവ്യജ്ഞാനം എങ്ങനെ കിട്ടിയെന്ന് പറയാം. ഞാൻ പണ്ട് ഒരു സന്യാസി ആയിരുന്നു. ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ, പുണ്യക്ഷേത്രങ്ങൾ, ഇന്ത്യയിലല്ല ചെന്നു കുളിച്ചിട്ടില്ലാത്ത പുണ്യ നദികളുമില്ല. കൊടുമുടികൾ, താഴ്വരകൾ, വനാന്തരങ്ങൾ, മരുഭൂമികൾ, കടലോരങ്ങൾ, തകർന്നടിഞ്ഞ ദേവാലയങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെറുതെ വിടുകില്ല. വാർഡൻ പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഇന്ന് വാർഡൻ നടത്തിയ ഭയങ്കര തീവട്ടിക്കൊള്ളയോ? വാർഡന് അത്ഭുതം തോന്നി. അയാൾ ചോദിച്ചു, ഇന്ന് ഞാൻ എന്ത് തീവട്ടിക്കൊള്ള നടത്തി? ഞാൻ പറഞ്ഞു, വാർഡൻ മരിക്കുന്നു. ആത്മാവ് ദൈവത്തിൻ്റെ മഹാസന്നിധിയിൽ ചെല്ലുന്നു. ദൈവം ചോദിക്കുന്നു, ദരിദ്രവാസിയായ ഹേ ജയിൽ വാർഡറെ, ആ പാവപ്പെട്ട ബഷീറിൻ്റെ ഒരു ബ്ലേഡും 1 തീപ്പെട്ടിയും 2 കെട്ട് പീടിയും എവിടെ? വാർഡൻ മിണ്ടുന്നില്ല, നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, വരൂ, എന്നെ കൊണ്ടുപോയി കൂട്ടിലടച്ചിട്ട് കച്ചവടത്തിന് പോകണ്ടേ? വാർഡൻ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അയാൾ പതുക്കെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് തൊപ്പി ഊരി. എന്നിട്ട് എൻ്റെ സ്വത്തുക്കൾ എല്ലാം തിരികെ തന്നു. നല്ല വാർഡൻ. ഞാൻ പറഞ്ഞു, ഗാന്ധിജി നിരാഹാര വ്രതത്താൽ മരണശയ്യയിലാണ് ഇന്ന് കാലത്തും ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു. വാർഡൻ വല്ല വിശേഷവും കേട്ടോ? വാർഡൻ പറഞ്ഞു, അദ്ദേഹം നിരാഹാര വ്രതം അവസാനിപ്പിച്ച് മധുര നാരങ്ങ നീര് കുടിച്ചു. സന്തോഷം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നിങ്ങൾ നീണാൽ ജീവിക്കട്ടെ എല്ലാ മനുഷ്യരും. ഞങ്ങൾ പല ഇരുമ്പ് വാതിലുകളും കടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മതിലുകൾ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ ജയിലിൽ രാഷ്ട്രീയ തടവുകാരെ എത്ര പേരുണ്ട്? നിങ്ങളെ കൊണ്ടുപോകുന്നിടത്ത് ഒരു 17 പേരുണ്ട്. നിങ്ങളും ചേർന്ന് 18 ആകും. അത് ശരി, ഒരു പ്രത്യേക സ്ഥലത്തേക്കാണല്ലേ കൊണ്ടുപോകുന്നത്. സർക്കാർ ഈ ഉള്ളവനെ വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്നുണ്ട്. നല്ലത്. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മാദകമായ പരിമളം, സ്ത്രീയുടെ ഗന്ധം, പെണ്ണിൻ്റെ മണം. ഞാൻ ആകെ ഇളകിപ്പോയി. എൻ്റെ അണുക്കളും ഉണർന്നു, എൻ്റെ നാസാരന്ധ്രങ്ങൾ വിടർന്നു. ഞാൻ ഈ ലോകത്തെ മുഴുവനും എന്നിലേക്ക് വലിച്ചു. എവിടെ അവൾ? ഞാൻ ചുറ്റിലും നോക്കി. ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം, സ്ത്രീയുടെ ചിരി. ഈ ശബ്ദവും ഗന്ധവും ഒരുമിച്ച് വന്നതാണോ, അതോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഞാൻ ഭാവന ചെയ്തതോ? സ്ത്രീ എന്ന അത്ഭുത സൃഷ്ടിയെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ കേട്ട ചിരി സത്യം, എന്നിലേക്ക് പാഞ്ഞു വന്ന ഗന്ധവും സത്യം. ഞാൻ പറയുന്നത് സോപ്പിൻ്റെ ഗന്ധമല്ല, ഇഞ്ചയുടെയോ താളിയുടെയോ എണ്ണയുടെയോ ഗന്ധമല്ല, പൗഡറും വിയർപ്പും കൂടി കലർന്ന ഗന്ധവുമല്ല, സാക്ഷാൽ സ്ത്രീയുടെ അതിശയകരമായ ഗന്ധം. ഇതെവിടെ നിന്ന്? ആ ചിരിയോ, ആ ഗന്ധം? പിന്നെയും ഞാൻ ഓർത്തു. എനിക്കാകെ ഒരു ശ്വാസം മുട്ടൽ പോലെ. നാസാരന്ധ്രങ്ങൾ വീണ്ടും വിടർന്നു. ഹൃദയം ഉത്കണ്ഠയോടെ പൊട്ടാൻ പോകുന്നത് പോലെ. പെണ്ണേ, നീ എവിടെ? ഞാൻ ചോദിച്ചു. ആ കേട്ട പെണ്ണിൻ്റെ ചിരി എവിടെ നിന്ന്? വാർഡൻ പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷേ എൻ്റെ ചോദ്യവുമായി ഈ കല്യാണത്തിന് എന്ത് ബന്ധം?
അതെല്ലാം ശ്രദ്ധിക്കുന്നത് എന്തിന്? ഭീതി ജനിപ്പിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് കൊല്ലുന്ന തൂക്കുമരത്തിൻ്റെ പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേട്ടു. അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം. എന്നാൽ മാത്രമേ അതെവിടെ നിന്നാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. നല്ല ന്യായം. വാർഡൻ ചിരിച്ചു. അയാൾ പറഞ്ഞു, അത് പെൺ ജയിലിൽ നിന്നാണ്. അതിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ഒരു മതിലേ ഉള്ളൂ. ശിക്ഷ എത്ര കാലം? 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ മണ്ണ് ചുമട് 6 മാസം കൂടി. എനിക്കും പെൺജയിലിനും ഇടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലേ? മതിൽ, പെൺജയിൽ, തങ്കക്കുടങ്ങളെ! ഞങ്ങൾ നടന്നു. ജമുക്കാളങ്ങളും കരിമ്പടവും ഞാൻ എൻ്റെ ഹൃദയത്തോടടുപ്പിച്ചു. ഇരുമ്പഴി വാതിൽ തുറന്ന് ഞാൻ ഒരു പ്രത്യേക മതിൽക്കെട്ടിനുള്ളിൽ കടന്നു. വളരെ വൃക്ഷങ്ങൾ, അധികവും പ്ലാവാണ്. കുറേ കോട്ടേജുകൾ. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൂരെയായി ഇരുവശവും ഓരോ വൻമതിലുകൾ. വലതുവശത്തെ മതിലിനപ്പുറം വിശാലമായ സ്വതന്ത്ര ലോകം. ഇടതുവശത്തെ മതിലിനപ്പുറത്ത് പെൺജയിൽ. ഈ കോട്ടേജുകൾ ഓരോന്നും ചെറുമതിലുകളാൽ ചുറ്റപ്പെട്ട ലോക്കപ്പുകളാണ്. എന്നെ അവിടെയുള്ള വാർഡൻ ഏറ്റുവാങ്ങി. കൂടെ വന്ന വാർഡറെ ഞാൻ തൊഴുതു. അയാൾ എന്നെയും തൊഴുതിട്ടു പോയി. നല്ല വാർഡൻ, ദൈവം രക്ഷിക്കട്ടെ. പുത്തൻ വാർഡൻ എന്നെ ഒരു കോട്ടേജിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഇരുമ്പ് വാതിൽ തുറന്നു. വളരെ ചെറിയ ഒരു മുറി. മുറിക്ക് വെളിയിൽ ഒരു വശത്ത് ദൂരെ കക്കൂസ്, വാതിലിനടുത്തെന്ന വണ്ണം പൈപ്പ്. ഞാൻ ആ പൈപ്പ് തുറന്നു. കൈകാൽ മുഖം കഴുകി. കുറേ വെള്ളം കുടിച്ച് ഒരു പാത്രത്തിൽ വെള്ളവുമായി ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് വലത് കാൽ വെച്ച് ചെറു ജയിലിൻ്റെ അകത്തു കയറി. മതിലുകളുടെ അനേകം മതിലുകളുടെ അകത്താണ് ഞാൻ. വാർഡൻ ഇരുമ്പ് വാതിൽ അടച്ചു താഴിട്ടു പൂട്ടി. ഞാൻ പറഞ്ഞു, പൊന്നു സർക്കാരിൻ്റെ ഈ പുതിയ അഗതിക്ക് അത്താഴം തന്നില്ല. വാർഡൻ പറഞ്ഞു, ഇന്നത്തെ കണക്കിലല്ല നിങ്ങൾ വന്നത്, നാളെ കാലത്ത് മുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, ആഹാ, എന്നാൽ എന്നെ തുറന്നു വിടൂ, നാളത്തെ കണക്കിൽ വരാം. വാർഡൻ ചോദിച്ചു, കേസ് എന്താണ്? ഞാൻ പറഞ്ഞു, എഴുത്ത് രാജദ്രോഹം. വാർഡൻ ഞെട്ടിത്തരിച്ച മട്ടിൽ പറഞ്ഞു, രാജദ്രോഹം? ശ്രീ പത്മനാഭ, രക്ഷിക്കണേ! രാജഭക്തൻ. ലോക്കപ്പിൻ്റെ കമ്പിയഴി വാതിലിന് വെളിയിലായി മുകളിൽ ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു. വാർഡൻ പോയി. പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ തനിച്ച്, ഞാനും അനന്തതയും.